എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയ വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പയറിൻ്റെ നാമ്പൊക്കെ കണ്ടോ, വള്ളിപ്പയറായത് ഇതിലെയൊക്കെ അലഞ്ഞ് നടക്കുക. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഓർത്തു ഇന്നും കൂടെ റെസ്റ്റ് എടുത്താലോ എന്ന്. പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ റെസ്റ്റ് എടുക്കാൻ തോന്നണേ. എന്നാലും അത്യാവശ്യം ഉഷാറായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് തുടങ്ങുക കേട്ടോ. ഇവിടെ ഒരു തുളസിത്തണ്ടുണ്ട്, കാട് കയറി നമ്മുടെ പയറിൻ്റെ തണ്ടൊക്കെ ഉണ്ടല്ലോ, കമ്പ കയറ്റി വിടാനില്ലാഞ്ഞിട്ടിതാ കണ്ടോ, ഇങ്ങനെ ഈ നിലത്തേക്കൂടെ പടരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പതിയെ അങ്ങ് തുടങ്ങാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഇവിടെ നിത്യവഴുതനയുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കട എവിടെയാണെന്ന് എനിക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ എവിടെയോ 2-3 കടയുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ കാട് പറിക്കുമ്പോൾ അതിനൊപ്പം പോകും. അങ്ങനെ ഒരു ചെറിയ വിഷയമുണ്ട്. പക്ഷേ എനിക്ക് ഈ കുറേ കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് ചതുരപ്പയർ കയറിയിട്ടുണ്ട്. ചതുരപ്പയർ ഇതെല്ലാം വെട്ടിക്കളയണം. പക്ഷേ ഇത് നമ്മുടെ നിത്യവഴുതന പോവുകയും ചെയ്യരുത്. ചതുരപ്പയർ വേറെയുണ്ട്, അതുകൊണ്ടാണ് അത് കൂടുതലുള്ളതാണ് വെട്ടിക്കളയണം കേട്ടോ. ഈ തവണ ഇവിടെ ഇത്രയും കാട് കയറാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യായികയായിപ്പോയി. പിന്നെ മഴയല്ലായിരുന്നു, നല്ല മഴയായിരുന്നു. അതാണ് മെയിനായിട്ട് കാരണം കേട്ടോ. നല്ല മഴയത്ത് എല്ലായിടത്തും കാട് കയറൂലേ. ഞാൻ ഒരു അറ്റം തൊട്ടാണ് തുടങ്ങുന്നത്. ചെളിയായതുകൊണ്ട് കുഴഞ്ഞിരിക്കുക കേട്ടോ. മണ്ണൊക്കെ ഭയങ്കര ചെളി കൂടിയിരിക്കുക, ഒരു ഇറിറ്റേഷൻ അതുകൊണ്ട് പറിക്കാൻ. എത്ര നേരം തോരുമെന്ന് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി സ്പീഡൊക്കെ കൂട്ടിയില്ലെങ്കിൽ ആദ്യത്തെ ഒരു തെളിച്ചം കഴിയുമ്പോൾ പിന്നെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ. ഞാൻ ചെരുപ്പിടാണ്ട് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല, കുഴങ്ങി വരുന്നുണ്ട്. അയ്യോ, നമ്മുടെ നിത്യവഴുതനയുടെ ഒക്കെ തണ്ട് കണ്ടുപിടിച്ചില്ല കേട്ടോ ഞാൻ ഇതുവരെ. ഇതൊക്കെ അതിൻ്റെ വള്ളിയെ കണ്ടോ. എന്തോ എനിക്ക് കിട്ടണ അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം ഈ ഏരിയയിലുണ്ട്. ഇങ്ങനെ പുല്ല് കയറി നിൽക്കണോടത്തേ ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും പറയണം ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിച്ച് തന്നെ കേട്ടോ ചെയ്യണേ. ഞാൻ കാടൊക്കെ ഒന്ന് തട്ടി വകഞ്ഞൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ പുല്ല് പറിക്കാൻ ഇറങ്ങണതും ഒക്കെ. കുഴഞ്ഞു പോവുക കേട്ടോ, കണ്ടോ, താണ് പോവുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസൊക്കെ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇതാ ഇഞ്ചിയൊക്കെ കേട്ടോ, കാടിൻ്റെ കൂടെ ഇതാ ഇഞ്ചിയൊക്കെ പറഞ്ഞു പോവുക. എന്തോരം പുല്ലാന്ന് നോക്കി. ആടൊക്കെ ഉണ്ടെങ്കിൽ ആടിന് കൊടുക്കാനുള്ള പുല്ലേ. വേനൽക്കാണെങ്കിൽ ഇവിടെ തന്നെ ഇട്ടാർന്നെങ്കിൽ ഉണങ്ങി പൊക്കൊണ്ടേനെ. ഇത് മഴയായതുകൊണ്ടെല്ലാം കയറി വരും. ഒരു കണ്ടെത്തി പണിയുടെ ഫീലായി വരും കേട്ടോ. കാലൊക്കെ താന്ന് പോകുന്നു. നീലക്കൊടിവേലിയും തേടിയെന്നൊരു ചാപ്റ്റർ ഇല്ല, ഞാൻ അതുപോലെ എൻ്റെ ഇതിൻ്റെ ഇവിടെ ഒരു കട കണ്ടെത്തിയിട്ടോ. അല്ലല്ലോ, അതിൻ്റെ ഇവിടെ കുറേ പനിക്കൂർക്കലൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് ആവശ്യമില്ലാത്ത അങ്ങ് ഒടിച്ച് കളയുക. ഫുള്ള് കാട് കയറി വരും. കണ്ടോ, ഒരെണ്ണം പനിക്കൂർക്കല്, ഒരെണ്ണം ചുമക്കൂർക്കല്. നോക്കി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഒരെണ്ണം പനിക്കൂർക്കലയും ഒരെണ്ണം ചുമക്കൂർക്കല്. ഞാൻ കരുതി അത്ര ബുദ്ധിമുട്ടൊന്നും വന്നില്ല കേട്ടോ. അങ്ങനെ എളുപ്പമായിരുന്നു. പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാനോണ്ടേ ഇങ്ങനെ ഒരുമാതിരി ചെളിമണ്ണായിട്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് പറഞ്ഞു പോരുന്നു. ഇതാ ഒരെണ്ണം. ഇതേ മഴ പെയ്തു തുടങ്ങി തുണി മൊത്തം വിറ്റിത്താ. നമ്മുടെ മഴ പെയ്തായിരുന്നു, മഴയൊന്നും തോർന്ന് ഫുള്ള് ചെളിയായിട്ടോ. അപ്പോൾ അതേ പതിയെ ഒരു വെയിൽ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഇറങ്ങിയതാണ്. ഇന്നൊന്നും ഇത് തീർത്തില്ലെങ്കിലേ ഇതൊക്കെ നമ്മുടെ ചതുരപ്പയറിൻ്റെ തണ്ടാണ്. ഇതൊന്നും ഇങ്ങോട്ട് കയറ്റി വിട്ടാൽ ശരിയാവില്ല കേട്ടോ. അവിടെ ഇഷ്ടമാതിരി ചതുരപ്പയറുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ അടിയിലേ കട്ട് ചെയ്തുകൊണ്ടുപോവാണ്. കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മറ്റേ പുള്ളിക്കാരനും കൂടെ ഉണ്ട്. ആരാ, നമ്മുടെ നിത്യവഴുതന. അതാണ് കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് കട്ട് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു.
ഈ ചതുരപ്പയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഈ പ്രദേശത്തുള്ള എല്ലാ വളവും വലിക്കും. അതുകൊണ്ടാണ് ഈ മാതിരി കയറി പോണേ കേട്ടോ. ബാക്കി എല്ലാത്തിനെയും നശിപ്പിച്ചിട്ടേ അതങ്ങ് കയറിപ്പോവും. എന്താ ഇതിൻ്റെ തണ്ട് കണ്ടോ? മതിയായി. ഇതിലും വലുതാവും കേട്ടോ. ഞാൻ ഇത്ര ഒന്ന് ചെയ്തെടുക്കാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തു കേട്ടോ. പക്ഷെ അത് മൊത്തം അത്രയും ഡ്യൂറേഷൻ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ കൂടെ നമ്മുടെ ബീൻസും കൂടെ ഉണ്ട്. അതാണ് ഒരു കുഴപ്പം. നമ്മുടെ പച്ചക്കറി ഉണ്ടായി വരാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു. ഇത് ഉണ്ടായി വന്നത് വെട്ടിക്കളയണു അല്ലേ. എല്ലാവരും കൂടെ കയറാനുള്ള ഇതിവിടെ ഇല്ല. അതുകൊണ്ടാണ്. ചതുരപ്പയറാണെങ്കിൽ നമുക്ക് അവിടെ ഒത്തിരി കിടക്കണ്ടേ. അതെല്ലാവർക്കും വലിയ ഇതുള്ള സംഗതിയല്ല. ബാക്കി എല്ലാ പച്ചക്കറിയും നമ്മൾ കയറ്റി വിടണം, വള്ളിയക്കടയൊക്കെ അല്ലേ. ചതുരപ്പയറിന് ആരും കയറ്റി വിടുമൊന്നും വേണ്ട, തന്നെ കയറിക്കും. സ്പേസ് കിട്ടണോടത്ത് ഇടിച്ചു കുത്തി കയറിക്കും. അങ്ങനെ കയറിയതാട്ടോ ഇത്. ഞാൻ രണ്ടിൻ്റെയും തണ്ട് കണ്ടുപിടിച്ചു കേട്ടോ. ഒരെണ്ണത്തിൻ്റെ അവിടെ, ഒരെണ്ണത്തിൻ്റെ ഇവിടെയാണ്. ഞാൻ ഒത്തിരി മണ്ണ് പൊട്ടിക്കാൻ പോണില്ല. ഇവിടെ നല്ല കുഴഞ്ഞിരിക്കുക. ഈ കുഴമണ്ണ് ഇട്ടാൽ വലിയ വിഷയം വരുമെന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ ചോട്ടിൽ മണ്ണില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി അങ്ങ് ഇടുവാണേ. ഇവിടെ നോക്കിയേ, ഇത് നോക്കിയേ, കയറി മറിഞ്ഞേക്കോ മേഞ്ഞേക്കോ. അത് അവിടെയൊക്കെ അതേട്ടോ, അവിടെയൊക്കെ അത് ഫുള്ള് കായ ഉണ്ടാക്കി തുടങ്ങിയതാട്ടോ. അതാ മേഞ്ഞ് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ വെട്ടിക്കളയാൻ കാരണം. ഇനി അതിൻ്റെ ചോട്ടിൽ ഇത്തിരി മണ്ണിട്ട് കൊടുക്കണം. തൊട്ടാവാടി കണ്ടിട്ട് എത്ര നാളായില്ലേ. നന്നായിട്ട് കരിയിലൊക്കെ ചീഞ്ഞ് നല്ല വളമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വേറെ വളമൊന്നും ഇട്ട് കൊടുക്കണില്ല. ഇപ്പം നല്ല ചാണകപ്പൊടിയും എല്ലാം ഉള്ളതാണ്. വളം നന്നായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഇച്ചിരി മണ്ണൊക്കെ വെട്ടിയിട്ട് കൊടുത്തു. ഒത്തിരി ഇവിടെ അനക്കണില്ല, കാരണം ചെളി അങ്ങ് കൂട് ഭയങ്കരമായിട്ട്. അപ്പോൾ എൻ്റെ ഇത്രയും ഏരിയ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്ര ഏരിയ ഒന്ന് ഏകദേശം ലെവലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങളെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നാളെ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.